ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 21 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പോൾ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റാണ് ചർച്ച ചെയ്യുന്നത്. 2025 ആഗസ്റ്റ് 21 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ആ ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാകും. കർക്കിടക രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 4ാം ഭാവമാണ്, സുഖസ്ഥാനമാണ്. അപ്പോൾ ആ 4ാം ഭാവത്തിലേക്കാണ് പ്രത്യേകിച്ച് ശുക്രൻ രാശി മാറുന്നത്. ശുക്രൻ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രണയത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രഹം സുഖസ്ഥാനത്തേക്ക്, കാലപുരുഷൻ്റെ സുഖസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. പ്രത്യേകിച്ച് കർക്കിടക രാശി എന്ന് പറയുന്നത് തന്നെ ചന്ദ്രൻ്റെ രാശിയാണ്. അതായത് ജലതത്വത്തിൻ്റെ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ നമ്മൾ ചന്ദ്രനെ കൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ശുക്രനും ഈ ശരീരത്തിലെ ജലതത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശരീരത്തിലെ സെമൻ അല്ലെങ്കിൽ ഈ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡൊക്കെ നമുക്ക് ശുക്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ശുക്രൻ സുഖസ്ഥാനത്തേക്ക് വരുമ്പോൾ, കാലപുരുഷൻ്റെ സുഖസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥ പൊതുവെ ഉണ്ടാകും. അപ്പം ചന്ദ്രൻ മാതൃകാരകനും കൂടിയാണ്. അപ്പം ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ലവ്, അറ്റാച്ച്മെൻറ്റ്, വൈകാരികമായിട്ടുള്ള കണക്ഷൻസ്, അനുകമ്പ, വാത്സല്യം ഒക്കെ ഈ സമയത്ത് ശുക്രൻ കർക്കിടക രാശിയിൽ വരിക വഴി ഉണ്ടാകും. അപ്പോൾ അത് മാത്രമല്ല, കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടും, കുടുംബത്തിൽ സുഖം, കുടുംബത്തിൽ സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അതിനുള്ള പ്ലാനൊക്കെ ഈ സമയത്തുണ്ടാകും. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ശുക്രൻ ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം. ആദ്യം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ശുക്രൻ 6ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പോകുന്നത് അഷ്ടമത്തിലേക്കാണ് ആഗസ്റ്റ് 21. സെപ്റ്റംബർ 14 വരെ ശുക്രൻ അഷ്ടമ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ആഗസ്റ്റ് 29 വരെ ഈ അഷ്ടമ രാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്നു. ബുധൻ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 7ഉം 10ഉം ഭാവാധിപനാണ്. ആ ബുധനും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അത് വിപരീത രാജയോഗമാണ്. അതായത് ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഏർപ്പെടുന്ന അഥവാ നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജ്, അത് ആഴത്തിലുള്ള ഒരു അറിവ് ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകും. അപ്പം എന്ത് കാര്യവും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കും. അതുപോലെ അപ്രതീക്ഷിതമായ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആ പ്രതീക്ഷിതമായ സോഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയാകാം, അല്ലെങ്കിൽ ജോയിൻ്റ് സംരംഭങ്ങളിൽ നിന്ന് അതുവഴിയാകാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബെനിഫിറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാല മുൻപ് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അപ്രതീക്ഷിത നേട്ടങ്ങളാകാം. അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ റിലേഷൻഷിപ്പിൽ കെയർ വേണം. ശത്രുത, അസൂയയൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 8ൽ നിൽക്കുന്ന സമയമാണ്.
അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു കരുതൽ, ജീവിത പങ്കാളിയുടെ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അവരുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മുഖാന്തരമുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ വളരെ കെയർ വേണം. കാരണം വിഷയ ആസക്തിയൊക്കെ നിയന്ത്രിക്കേണ്ടുന്ന സമയമാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും അപവാദങ്ങൾ, അപകീർത്തിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എതിർലിംഗക്കാരുടെ ട്രാപ്പിലൊക്കെ പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഗെയിൻ ഈ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ, അതായത് കാലികമായിട്ടുള്ള നേട്ടം കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതികളിലൊക്കെ കാശ് മുടക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം നമുക്ക് പെട്ടെന്ന് നേട്ടം കിട്ടുന്ന പദ്ധതികളിലേക്ക് പണം മുടക്കുന്നതിന് അനുകൂല സമയമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അവിടെ കെയർ വേണം. ആ ബിസിനസ്സിലൊക്കെ പൊതുവേ നമുക്ക് കെയർ വേണം. കാരണം ബുധൻ, ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ ആഗസ്റ്റ് 29 വരെ നിൽക്കുകയാണ്. 29 കഴിയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ക്രമേണ ഗുണാനുഭവം ഉണ്ടാകും. അതായത് മാസ അവസാനമൊക്കെ ആകുമ്പോൾ ഗുണാനുഭവം കണ്ടു തുടങ്ങും എന്ന് തന്നെ പറയാം. അതേസമയം നമ്മൾ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ റിസർച്ച് വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ നമ്മൾ അന്വേഷണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ CBI, NIA പോലെയുള്ള ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞർക്ക്, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക്, അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കഴിവതും ഈ സമയത്ത് നമ്മൾ ധനം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണം. ധനം ഡീൽ ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം. എന്തെങ്കിലും ചതി, വഞ്ചന, കബളിപ്പിക്കൽ, അത് മുഖാന്തരമൊക്കെ പണം നഷ്ടപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും വരാം. അതുപോലെ ഏത് പ്രവർത്തനത്തിലും ഗുണദോഷങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകാൻ ഈ സമയത്ത് ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. മകരക്കുറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ അവരുടെ 5ഉം 10ഉം ഭാവാധിപനാണ്, യോഗകാരകനാണ്. ആഗസ്റ്റ് 21 ആ ശുക്രൻ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ആ ശുക്രൻ 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ ബുധൻ 29 വരെ 7ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് തലത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും, കൂടെ സമാധാനം ഉണ്ടാകും, വൈകാരികമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയൊക്കെ കൂടുന്ന സമയമാകും എന്നും കൂടെ മനസ്സിലാക്കുക. സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ ശ്രേഷ്ഠമായ നിലയിൽ അവരുടെ പ്രശസ്തിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ധനവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും. അതുപോലെ ഈ സന്താന ലബ്ധിക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് ഈ കുറുകാർക്ക് ഈ സമയത്തുണ്ട്. ആത്മീയമായിട്ടുള്ള സുഖവും അനുഭവപ്പെടും, അതുപോലെ ഭൗതികമായിട്ടുള്ള സുഖവും അനുഭവപ്പെടുന്ന സമയമെന്ന് പറയാം. ഇപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിലും പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ സമയത്ത് കാണുന്നത്. വിവാഹ ആലോചനകൾക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും. കാരണം 7ൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രണയബന്ധമൊക്കെ ചിലർക്ക് വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കാരണം 5ാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ, അത് 7ാം ഭാവമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രണയബന്ധം ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ പ്രണയബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വമതിയായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധമൊക്കെ സന്തോഷകരമാകുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും
ഒക്കെ പുതിയ പങ്കാളികൾ, പാർട്ട്നേഴ്സൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കോൺട്രാക്റ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റു നെഗോഷിയേഷൻ ഡീലുകൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ, അതുപോലെ ഓഹരി വിപണിയിൽ, ഇവയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ജീവിത പങ്കാളി വഴി, പ്രത്യേകിച്ച് ജീവിത പങ്കാളി വഴിയൊക്കെ ഒരു സഹായം നമുക്ക് നമ്മുടെ തൊഴിലിലൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്തൊക്കെ തൊഴിലിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശുക്രനും ബുധനുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ തൊഴിലവസരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ ഗുണകരമായ ഒരു സാഹചര്യമാണ് ആ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും കാണുന്നത്. അപ്പോൾ എങ്കിലും നമ്മൾ തൊഴിലിടത്തെ ചില പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, കലാകാരന്മാർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഇപ്പോൾ 5-ാം ഭാവാധിപൻ 7-ൽ വരുന്നത് നേട്ടങ്ങളുണ്ടാകും. അവരുടെ പുതിയ ആശയങ്ങൾക്ക്, അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസിനൊക്കെ ഒരു പൊതുജന സമ്മതിയൊക്കെ കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള മാനസികാവസ്ഥ, ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം, എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും, അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും ശുക്രൻ 4ഉം 9ഉം ഭാവാധിപനാണ്, യോഗകാരകനാണ്. ആഗസ്റ്റ് 21-ന് ആ ശുക്രൻ 6-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ആ ശുക്രൻ 6-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 6-ാം ഭാവരാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് 29 വരെ. അപ്പം ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ഈ കുറുകാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ സേവന പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ വളരെ സ്വാധീനിക്കും. ഇപ്പം തൊഴിലിടത്തൊക്കെ സന്തോഷം, കോവർക്കേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധം, അവരുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശുക്രൻ 4-ാം ഭാവാധിപനായിട്ട് 6-ൽ വരികയാണ്. അപ്പോൾ സുഖസ്ഥാനാധിപനാണ്. സുഖസ്ഥാനാധിപൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് വികാരഭരിതനാകുന്ന ഒരു സ്ഥിതി ഈ സമയത്തുണ്ടാകും. ആരോട് യോജിക്കാത്ത ഒരു സ്വഭാവം ഈ സമയത്തുണ്ടാകാം. അതുപോലെ തന്നെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പേഴ്സണൽ റിലേഷൻഷിപ്പിലും അതുപോലെ എതിർലിംഗക്കാരുമായിട്ട് ഉള്ള അവരുടെ പ്രലോഭനങ്ങളിലൊക്കെ വീഴുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അവിടെയൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖാന്തരം അല്ലെങ്കിൽ എതിർലിംഗക്കാർ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ഫേവേഴ്സൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒക്കെ വിജയം ഉണ്ടാകും. വ്യവഹാര കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമാണ്. വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അല്പ കെയർ വേണം. ആലസ്യമൊക്കെ ഒഴിവാക്കണം. അതുപോലെ പൊതുവെ ശാരീരികമായിട്ടുള്ള ഒരു വ്യായാമം, അതുപോലെ യോഗ ഒക്കെ ശീലിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. അതുപോലെ ശുക്രൻ 9-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ 9-ാം ഭാവാധിപൻ 6-ലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയൊക്കെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. പിതാവിന് ചിലപ്പോൾ വ്യവഹാരം വഴിയൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുവഴിയൊക്കെ ഗുണാനുഭവം ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനലാഭത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ സുഗമമാകുന്ന സമയമാണ്. ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. വർക്കിലൊക്കെ ഒരു സുഖം, കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി അവരുടെയൊക്കെ ഒരു സഹകരണമൊക്കെ വരുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കൂടാതെയൊക്കെ നോക്കണം. സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം.
കാരണം 6-ലാണ് ആ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പണമൊക്കെ കടം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ജാഗ്രത ഉണ്ടാകണം. നിയമവിധേയമല്ലാത്ത പണസ്വരൂപണത്തിന് ഈ സമയത്ത് ശ്രമിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു ജാഗ്രത, അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള ഒരു എൻറിച്ച്മെൻറ്റിന് ശ്രമിക്കുന്നവരൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും കൈക്കൂലിയോ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കേസിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അധർമ്മ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കണം. പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണം ചെയ്യും. മറ്റുള്ളവർക്ക്, അതായത് ബെനിഫിറ്റ് കിട്ടുന്ന കർമ്മങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അത് മുഖാന്തരമൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ അവർക്കുണ്ടാകും. യാത്രകളിലും ആരോഗ്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ ധനപരമായിട്ട് ഒരു കെയർ, ധനം ചെലവ് ചെയ്യുന്നതിലൊക്കെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വിദേശ യാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷണത്തിനൊക്കെ സാധ്യത ഉള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പോകുന്നതിനും കൂടെ ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം ഈ കുറുകാരെ സഹായിക്കും എന്ന് തന്നെ പറയാം. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും, അതായത് പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവം എന്താണെന്ന് നോക്കാം. ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ 3-ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനാണ്. ഇപ്പോൾ 3-8 ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആഗസ്റ്റ് 21 അവരുടെ 5-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ആ ശുക്രൻ 5-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 5-ാം ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആഗസ്റ്റ് 29 വരെ. അപ്പോൾ പൊതുവേ നമുക്ക് ക്രിയേറ്റീവ് തലത്തിൽ 5-ലാണ് ആ ശുക്രനും ബുധനും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് തലത്തിൽ, റൊമാൻറ്റിക് തലത്തിൽ ഒക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ അത് പല കലകളിലൂടെയൊക്കെ നമുക്ക് അവതരിപ്പിക്കും. അത്തരത്തിലുള്ള കലാപ്രകടനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിരിക്കും. അതുപോലെ ഈ 3-ാം ഭാവാധിപനും ആയിട്ടുള്ള ശുക്രൻ 5-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ക്രിയേറ്റീവ് വർക്ക്, കലകൾ, പുത്തൻ ആശയങ്ങൾ, ഇതിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഓഹരി വിപണി വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അതുവഴിയൊക്കെ നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. അഷ്ടമ ഭാവാധിപൻ 5 നിൽക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് 5-ാം ഭാവം സന്താനഭാവമാണ്. അഷ്ടമ ഭാവാധിപൻ 5 നിൽക്കുക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അവരുടെ ബിഹേവിയറിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. സന്താനങ്ങൾ മുഖേന എന്തെങ്കിലുമൊക്കെ അപമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രവർത്തികൾ, പ്രത്യേകിച്ച് സന്താനങ്ങളുടെ പ്രവർത്തികളൊക്കെ നിരീക്ഷിക്കേണ്ടുന്ന സമയമാണ്. അഷ്ടമ ഭാവാധിപത്യം കൂടെ ശുക്രനുണ്ട്, 5-ൽ വരുന്നു എന്നുള്ളതുകൊണ്ട് അതൊക്കെ അവർക്ക് മോശമായ ചിന്തകൾ ചിലപ്പോൾ ഉണ്ടാകാം. ദുരനുഭവങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് വഴിതെളിച്ചു എന്നൊക്കെ വരാം. ചിലർക്ക് ഈ നാഡീ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ മോശമായ ചിന്തകൾ, അതുപോലെ ചിലപ്പോൾ സജ്ജനങ്ങളുമായിട്ടൊക്കെ അവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിരോധം ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതിലൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുക്കണം. അപ്പോൾ ചില നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായമൊക്കെ മാറ്റി പറയുന്ന ഒരു സ്വഭാവം ഈ സമയത്തുണ്ടാകാം. അപ്പം മാന്യതയും നാട്ടുനടപ്പും ഒന്നും അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ വന്നു വരാം. അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്തു പോകണം. കർമ്മ ഭാവാധിപൻ 4-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു 4-ൽ നിൽക്കുന്നു. കർമ്മസ്ഥാനത്തേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിലൊക്കെ നമുക്ക് ഗുണാനുഭവവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ശുക്രൻ 11-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ധനനേട്ടം ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി, ഓഹരി വിപണി വഴി, അതുപോലെ ക്രിയേറ്റീവ് വർക്ക് വഴിയൊക്കെ വളരെ ആദായം നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ
ഇപ്പോൾ മീഡിയ പ്രവർത്തകർ, ഇപ്പോൾ മൂന്നാം ഭാവാധിപനാണ് അഞ്ചിൽ നിൽക്കുന്നത്. അപ്പോൾ മീഡിയ പ്രവർത്തകർ, പ്രഭാഷകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അഡ്വർടൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള മേഖല, മ്യൂസിക്, ഡാൻസ്, ഇതുമായിട്ട് ആ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ, ഇവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആത്മീയ ചിന്തയൊക്കെ കൂടുന്നത്, പ്രത്യേകിച്ച് അവരുടെ നെഗറ്റീവ് താട്ടുകളൊക്കെ കുറയ്ക്കാൻ വഴിതെളിക്കും. അതും നമുക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ തരുന്ന സമയമായിരിക്കും. പ്രണയബന്ധമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. 5ലാണ് ശുക്രൻ നിൽക്കുന്നത്. പക്ഷേ അവയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. കാരണം ശുക്രൻ അഷ്ടമഭാവാധിപത്യവും കൂടെ ഉണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും. 3-ാം ഭാവാധിപൻ 5 നിൽക്കുന്ന സമയമാണ്. 5 ബുധൻ നിൽക്കുന്നു, ഊർജ്ജസ്വലതയുണ്ട്. അഷ്ടമഭാവാധിപത്യവും കൂടെ ശുക്രനുള്ള സമയമാണ്. അപ്പോൾ കഴിവതും ഡൈവേർഷനൊക്കെ ഉണ്ടാകണം. പ്രണയചിന്തകൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പഠനത്തിലൊക്കെ ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഈ ആർട്ട്, മ്യൂസിക്, ഡ്രാമ കോഴ്സുകൾ ചെയ്യുന്നവർ, ഈ കലാപരമായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ 5ലെ സ്ഥിതി വളരെ ഗുണം ചെയ്യുമെന്ന് പറയുക. അതുപോലെ തന്നെ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ്. ശുക്രനും ബുധനും ഒക്കെ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. സമൂഹത്തിലൊക്കെ നമുക്ക് നല്ലൊരു പേരും പെരുമയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. പൊതുവെ 11 ശുക്രൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അനുകൂലമായ സമയമാണ്. എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൊക്കെ ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ശുക്രനൊക്കെ 11 ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ അവിടെ അത് മുഖാന്തരം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ സഹോദരങ്ങളുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു പോകും. പൊതുവെ നമുക്ക് ആ തലത്തിലൊക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.